ഹായ് എവ്രിവൺ, ഞാൻ സൂര്യ. 8th ക്ലാസ് ബയോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതോടൊപ്പം തന്നെ ഓർഗാനിസംസും എബയോട്ടിക് ഫാക്ടേഴ്സുമായിട്ടും റിലേഷൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ നമ്മൾ ഫുഡ് ചെയിന്റെയും ഫുഡ് വെബിന്റെ ഒക്കെ ഇമ്പോർട്ടൻസും പറഞ്ഞു അല്ലെ. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇക്കോസിസ്റ്റംസിനെ കുറിച്ചാണ്. എന്താണ് ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവാസ വ്യവസ്ഥ, അതായത് ഒരു ജീവി ആ ജീവി ജീവിക്കുന്ന അതിന്റെ ചുറ്റുപാട് അല്ലെ. ഇതെല്ലാം കൂടെ ചേർന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ. പലതരത്തിലുള്ള ഇക്കോസിസ്റ്റംസ് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഫോറസ്റ്റ്, റിവർ, ഓഷൻ, ഗ്രാസ് ലാൻഡ്, തുന്ദ്ര, ദെൻ ഡെസേർട്ട്, ഇവയെല്ലാം എന്താണ്? ഓരോരോ ഇക്കോസിസ്റ്റംസ് ആണ്. അപ്പൊ ഈ ഇക്കോസിസ്റ്റംസ് എല്ലാം ഡിഫറന്റ് ആണ് അല്ലെ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇക്കോസിസ്റ്റം ആണ്. അതായത് ഈ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് പലതരത്തിലുള്ള ജീവജാലങ്ങളെ കാണാം. പ്ലാന്റ്സും ആനിമൽസും ഒക്കെ ഒരുപാട് എണ്ണം ഉണ്ട് അല്ലെ. പലതരത്തിലുള്ള ആനിമൽസും പ്ലാന്റ്സും ഒക്കെ കാണാം. ഇനി റിവർ എന്ന് പറയുമ്പോൾ അതൊരു അക്വാറ്റിക് ഇക്കോസിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. ഓഷൻ എന്ന് പറയുമ്പോൾ അതും എന്താണ്? അക്വാറ്റിക് ഇക്കോസിസ്റ്റം ആണ്. അപ്പൊ ഈ റിവറും ഓഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? കുറച്ച് ജീവജാലങ്ങൾ എവിടെ കാണപ്പെടുന്നു? ഓഷൻ അല്ലെങ്കിൽ സമുദ്രങ്ങളിൽ കാണപ്പെടുന്നു. അവർക്ക് എവിടെ ജീവിക്കാൻ പറ്റില്ല? റിവർ അല്ലെങ്കിൽ നദികളിൽ ജീവിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഇവയിലെ ജലം വ്യത്യാസമുണ്ട് അല്ലെ. അതായത് ഓഷൻ എന്ന് പറയുമ്പോൾ അവിടെ സാൾട്ട് വാട്ടർ ആണ്, റിവർ എന്ന് പറയുമ്പോൾ ഫ്രഷ് വാട്ടർ ആണ്, സാൾട്ട് ഇല്ലാത്ത വാട്ടർ ആണ്. അപ്പൊ ഈ രണ്ടിടത്ത് ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഇനി അതുപോലെ തന്നെ ഗ്രാസ് ലാൻഡ്, തുന്ദ്ര, ഇതൊക്കെ എങ്ങനെയാണ്? വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇക്കോസിസ്റ്റം ആണ്. ഒരു ഇക്കോസിസ്റ്റത്തിൽ കാണപ്പെടുന്ന ജീവികൾ മറ്റൊരു ഇക്കോസിസ്റ്റത്തിൽ കാണപ്പെടണമെന്നില്ല അല്ലെ. അപ്പൊ വ്യത്യസ്തതകളാണ് ഓരോ ഇക്കോസിസ്റ്റത്തിന്റെയും പ്രത്യേകത. ഈ ഇക്കോസിസ്റ്റത്തിലെല്ലാം പലതരത്തിലുള്ള ജീവജാലങ്ങളാണുള്ളത് അല്ലെ. അപ്പൊ ഇങ്ങനെ ജീവജാലങ്ങളും അവയുടെ ഇക്കോസിസ്റ്റങ്ങളും കൂടി ചേർന്നതിനെ വിളിക്കുന്ന പേരാണ് ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യം. നമുക്കറിയാം ഭൂമിയിൽ പലതരത്തിലുള്ള ജീവജാലങ്ങളാണുള്ളത്. എല്ലാ ജീവജാലങ്ങളും ഒരുപോലെയല്ല അല്ലെ. അപ്പൊ ഈ ജീവജാലങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ തമ്മിലും എന്തുണ്ട്? വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഒരു ചുറ്റുപാടിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു ഇക്കോസിസ്റ്റത്തിൽ കാണപ്പെടുന്ന ജീവികൾ മറ്റൊരു ഇക്കോസിസ്റ്റത്തിൽ കാണപ്പെടണമെന്നില്ല. അതായത് ഇപ്പൊ നോക്കിക്കേ, റിവറിൽ കാണപ്പെടുന്ന ഫിഷസ് എവിടെ കാണണമെന്നില്ല? ഓഷനിൽ കാണപ്പെടണമെന്നില്ല അല്ലെ. അപ്പൊ അവ തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. രണ്ടും അക്വാറ്റിക് ഇക്കോസിസ്റ്റം ആണ്, എന്നാൽ തന്നെ അവിടെയുള്ള ജീവജാലങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അപ്പൊ ഈ ജീവജാലങ്ങൾ വ്യത്യാസപ്പെടുന്നത് പോലെ തന്നെ അവിടുത്തെ ബയോഡൈവേഴ്സിറ്റിയും വ്യത്യാസപ്പെടുന്നു ഇല്ലെ. എന്താണ് ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇക്കോസിസ്റ്റവും അതിനകത്തിലെ ഓർഗാനിസംസും കൂടി ചേർന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ബയോഡൈവേഴ്സിറ്റി. അപ്പൊ ഈ ഭൂമിയിൽ ഒരുപാട് ഇക്കോസിസ്റ്റം ഉണ്ട്. ആ ഇക്കോസിസ്റ്റങ്ങളിലെല്ലാം പലതരത്തിലുള്ള ജീവികളുണ്ട്. അപ്പൊ ഇങ്ങനെ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും അതോടൊപ്പം തന്നെ അവയുടെ ഇക്കോസിസ്റ്റങ്ങളെയും കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ് ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യം. അപ്പൊ ഈ ഫോറസ്റ്റിലെ ബയോഡൈവേഴ്സിറ്റി ആയിരിക്കുമോ റിവറിലുള്ളത്? അല്ല. ഫോറസ്റ്റിലുള്ള ജീവജാലങ്ങളൊന്നും അല്ല റിവറിലുള്ളത്. ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് അല്ലെ. അപ്പൊ ഈ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നതിനകത്തിൽ 3 കമ്പോണന്റ്സ് ആയിരിക്കും ഉള്ളത്. അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്തിൽ 3 തലങ്ങളാണുള്ളത്. ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആൻഡ് ജെനറ്റിക് ഡൈവേഴ്സിറ്റി. ഇങ്ങനെ 3 തരത്തിലുള്ള വൈവിധ്യങ്ങൾ ഉൾപ്പെട്ടതാണ് ഏതെന്ന് പറയുന്നത്? ഒരു ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യം എന്ന് പറയുന്നത്. എന്താണ് ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആവാസ വ്യവസ്ഥയിലുള്ള വൈവിധ്യം. ദെൻ അതുപോലെ തന്നെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി, അതായത് ജീവജാലങ്ങൾ തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ഇനി അതുപോലെ തന്നെ ജെനറ്റിക് ഡൈവേഴ്സിറ്റി, അതായത് അവയുടെ ജനിതക ഘടനയിലും എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ഇങ്ങനെ 3 തലങ്ങൾ ചേർന്നതാണ് ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യം. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഡിഫറന്റ് ഇക്കോസിസ്റ്റംസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള ഇക്കോസിസ്റ്റങ്ങളുണ്ട്. ഈ ഇക്കോസിസ്റ്റങ്ങളിലെല്ലാം ഉള്ള ജീവജാലങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും അല്ലെ. ഒരു ഇക്കോസിസ്റ്റത്തിലുള്ള ജീവജാലങ്ങൾ മറ്റൊരു ഇക്കോസിസ്റ്റത്തിൽ കാണപ്പെടണമെന്നില്ല. ചിലപ്പോൾ ഒരുപോലെയുള്ള ഓർഗാനിസംസ് കണ്ടേക്കാം. ഇനി ചിലപ്പോൾ എങ്ങനെയായിരിക്കും? വ്യത്യസ്തങ്ങളായിട്ടുള്ള ജീവജാലങ്ങളായിരിക്കും കാണപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി. എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈ ഭൂമിയിലുള്ള ഓർഗാനിസംസ് അതോടൊപ്പം തന്നെ അവയുടെ ഇക്കോസിസ്റ്റംസ്, അവയുടെ ആവാസ വ്യവസ്ഥ, ഇത് രണ്ടും കൂടി ചേർന്നതിനെ വിളിക്കുന്ന പേരാണ് ബയോഡൈവേഴ്സിറ്റി. അപ്പൊ ഒരു ബയോഡൈവേഴ്സിറ്റിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുന്നു? അതിനകത്ത് ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി ഉണ്ടായിരിക്കും, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉണ്ടായിരിക്കും, ജെനറ്റിക് ഡൈവേഴ്സിറ്റി ഉണ്ടായിരിക്കും. എന്താണ് ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ? ഓരോ ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ ഓരോ ആവാസ വ്യവസ്ഥയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ സ്പീഷീസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? വ്യത്യസ്തങ്ങളാണ്.
ഒരു ആവാസ വ്യവസ്ഥയിലുള്ള ജീവിവർഗങ്ങളായിരിക്കണമെന്നില്ല മറ്റൊരു ആവാസ വ്യവസ്ഥയിലുള്ളത്. അപ്പോൾ അവ എന്ത് കാണിക്കുന്നു? സ്പീഷീസ് ഡൈവേഴ്സിറ്റി കാണിക്കുന്നു, അതായത് ജീവിവർഗങ്ങളിലുള്ള വൈവിധ്യം കാണിക്കുന്നു. ഇനി അതുപോലെ തന്നെ ഈ ജീവജാലങ്ങളിലുള്ള ജീൻസ് അല്ലെങ്കിൽ അവരുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ജനിതക ഘടന എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വ്യത്യാസമായിരിക്കും അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരു ബയോഡൈവേഴ്സിറ്റിയിൽ 3 വ്യത്യസ്തങ്ങളായ തലങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി ഉണ്ട്, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആൻഡ് ജനറ്റിക് ഡൈവേഴ്സിറ്റി ഉണ്ട്. ഈ പദം കൊണ്ടുവന്നത് ബ്രിട്ടീഷ് പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ വാൾട്ടർ ജി റോസൻ ആണ്. അദ്ദേഹം ഈ പദം കൊണ്ടുവന്നത് 1985-ലാണ്. അപ്പൊ അദ്ദേഹം ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞനായിരുന്നു. അപ്പൊ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യം എന്ന പദം കൊണ്ടുവന്ന ബ്രിട്ടീഷുകാരനായ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? വാൾട്ടർ ജി റോസൻ ആണ്. അപ്പൊ ഈ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അത് നമ്മൾ വളരെയധികം പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെ? നമ്മുടെ ജൈവ വൈവിധ്യം നമ്മൾ സംരക്ഷിക്കണം. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, നമ്മൾ അഗ്രികൾച്ചറിനെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു ന്യൂ വെറൈറ്റീസ്, പുതിയ ഇനങ്ങൾ കണ്ടെത്തിയതോടുകൂടി പഴയ ഇനങ്ങളെല്ലാം എന്ത് ചെയ്തു? അപ്രത്യക്ഷമായി. അത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയെ അഫക്ട് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു അല്ലെ? അതായത് നമ്മുടെ ഭൂമിയിൽ നിന്നും ഏതെങ്കിലും ഒരു ജീവജാലം അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ അത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയെ സാരമായിട്ട് ബാധിക്കും അല്ലെ? അതായത് നമുക്കറിയാം ഫുഡ് ചെയിനൊക്കെ, ഒരു ഫുഡ് ചെയിനിലേക്ക് ഒരു ജീവിക്ക് നാശം ഉണ്ടായി കഴിഞ്ഞാൽ അത് മറ്റ് ജീവികളുടെ നിലനിൽപ്പിനെ സാരമായിട്ട് ബാധിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെ? അതിനെ ഒരിക്കലും എന്ത് ചെയ്യരുത്? നശിപ്പിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങളെല്ലാം എന്ത് ചെയ്യപ്പെടണം? പ്രൊട്ടക്ട് ചെയ്യപ്പെടണം. ആ പ്രൊട്ടക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ അവയുടെ ഇക്കോസിസ്റ്റങ്ങളും പ്രൊട്ടക്ട് ചെയ്യപ്പെടണം. അങ്ങനെ ഇക്കോസിസ്റ്റങ്ങളും ആ ജീവജാലങ്ങളും പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയെ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഈ ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഉണ്ട്. കാരണം ബയോഡൈവേഴ്സിറ്റി നമുക്ക് പലതരത്തിലുള്ള സേവനങ്ങളും ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ബയോഡൈവേഴ്സിറ്റി സർവീസസ്, ജൈവ വൈവിധ്യം നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് എസെൻഷ്യൽ മെറ്റീരിയൽസ്. നമുക്ക് വളരെയധികം സാധനങ്ങൾ ആവശ്യമുണ്ട് അല്ലെ? നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മളിൽ തന്നെ ഉള്ളതാണോ? അല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റ് ജീവജാലങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ ഈ ജീവജാലങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അവയുടെ നിലനിൽപ്പിനെയും നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ നോക്കണം, അല്ലെങ്കിൽ അവയെ പ്രൊട്ടക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ? ഇപ്പൊ പ്രധാനമായിട്ടും പ്ലാന്റ്സിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റ്സ് ആണ് ഓക്സിജനും ഫുഡും ഒക്കെ തരുന്നത്. അപ്പൊ പ്ലാന്റ്സിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ പ്ലാന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് വസ്തുക്കൾ നമുക്ക് ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ള അവശ്യ സാധനങ്ങളൊക്കെ തരുന്നത് ആരായിരിക്കും? നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ആയിരിക്കും അല്ലെ? അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇക്കോസിസ്റ്റങ്ങളായിരിക്കും, അല്ലെങ്കിൽ അവയിലുള്ള ജീവജാലങ്ങളായിരിക്കും നമുക്ക് വേണ്ടുന്ന മെറ്റീരിയൽസ് ഒക്കെ തരുന്നത്. അപ്പൊ അങ്ങനെയുള്ള എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഈ ബയോഡൈവേഴ്സിറ്റി കൊണ്ട് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. ഫുഡ്, ആഹാരം അല്ലെ? ആഹാരം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നുമാണ്? പ്ലാന്റ്സിൽ നിന്നുമാണ്. അപ്പൊ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫുഡ് ലഭിക്കുകയുള്ളൂ. അപ്പൊ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെന്റ് ജീവജാലങ്ങൾ ഉൾപ്പെട്ടതാണ് അല്ലെ? അപ്പൊ ഈ ജീവജാലങ്ങളിൽ നിന്നുമാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? ഫുഡ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ മെഡിസിൻ എന്ന് പറയുന്നത് മരുന്നുകൾ ഇല്ലേ? ധാരാളമായിട്ട് മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ ഇവയെല്ലാം എന്ത് തരുന്നുണ്ട്? നമുക്ക് മെഡിസിൻസ് അല്ലെങ്കിൽ മരുന്നുകൾ തരുന്നുണ്ട്. ഫ്യൂവൽ, ഇന്ധനങ്ങൾ, നമുക്ക് വിറകൊക്കെ ഇല്ലേ? നമുക്ക് തീ കത്തിക്കണമെന്നുണ്ടെങ്കിൽ വിറകുകളൊക്കെ ആവശ്യമാണ്, അല്ലെങ്കിൽ കൽക്കരി ആവശ്യമാണ്, പെട്രോളിയം ആവശ്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇന്ധനങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്ന എവിടെ നിന്നുമാണ്? നമ്മുടെ ഇക്കോസിസ്റ്റങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയിൽ നിന്നുമാണ്. ബയോഡൈവേഴ്സിറ്റി നൽകുന്ന സേവനമാണ് ഏതെന്ന് പറയുന്നത്? ഈ ഫ്യൂവൽസ്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇപ്പൊ ഒരു വീട് നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ആവശ്യമാണ്? മണൽ ആവശ്യമാണ്, പാറ ആവശ്യമാണ്, മരങ്ങൾ ആവശ്യമാണ് ഇല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് എല്ലാം എവിടെ നിന്നുമാണ് നമുക്ക് ലഭിക്കുന്നത്? നമ്മുടെ ബയോഡൈവേഴ്സിറ്റി നല്ലതായതുകൊണ്ടാണ് നമുക്ക് ഇതെല്ലാം ലഭിക്കുന്നത്. അപ്പൊ ബയോഡൈവേഴ്സിറ്റി നൽകുന്ന സേവനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് ഏതാണ്? എസെൻഷ്യൽ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി, അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ ലഭ്യത. അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ? ഫുഡ്, മെഡിസിൻ, ഫ്യൂവൽ, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് തുടങ്ങിയവയെല്ലാം തരുന്നത് ആരാണ്? ബയോഡൈവേഴ്സിറ്റിയാണ്. ഇനി അതുപോലെ തന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കൾച്ചറൽ സർവീസസ്, അതായത് സാംസ്കാരികപരമായിട്ടുള്ള സേവനങ്ങൾ. നമ്മളെല്ലാവരും വനങ്ങളൊക്കെ കാണുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇല്ലേ? വന സൗന്ദര്യമൊക്കെ ആസ്വദിക്കാനൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടൊക്കെ ട്രിപ്പ് പോകാറുണ്ട്. അതെന്ന് പറയുന്നത് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ സാംസ്കാരികപരമായിട്ടുള്ള സേവനങ്ങളും നമുക്ക് ബയോഡൈവേഴ്സിറ്റി നൽകുന്നുണ്ട്. ഈസ്തെറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്താണ്? സൗന്ദര്യ ആസ്വാദനം, അതായത് വനസൗന്ദര്യമൊക്കെ ആസ്വദിക്കുക, അല്ലെങ്കിൽ സമുദ്രങ്ങളിലേക്ക് യാത്ര നടത്തുക. അപ്പൊ ഇതെന്നൊക്കെ പറയുന്നത് എന്താണ്? നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ഇല്ലേ? അതൊക്കെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. അപ്പൊ ഇതും ആര് തരുന്നതാണ്? നമ്മുടെ ബയോഡൈവേഴ്സിറ്റി നൽകുന്ന സേവനങ്ങളിൽ ഒന്നാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് റിക്രിയേഷൻ. എന്താണ് റിക്രിയേഷൻ എന്ന് പറഞ്ഞാൽ? വിനോദം. അതായത് നമുക്ക് വിനോദസഞ്ചാര മേഖലകളുണ്ടല്ലേ, അതിൽ പലതും എന്തു തന്നെയാണ്? നമ്മുടെ സമുദ്രങ്ങളും അല്ലെങ്കിൽ വനങ്ങളും ഒക്കെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വിനോദങ്ങൾ നൽകുന്നതും എന്തു തന്നെയാണ്? നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയാണ്. ഇനി റിച്വൽസ് ആൻഡ് ദെയർ പ്രാക്ടീസ്, അതായത് ആചാരാനുഷ്ഠാനങ്ങൾ. നമ്മൾ പലവിധ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തുന്നവരാണ് അല്ലെ. ഓരോരുത്തർക്കും അവരവരുടേതായ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ നടത്തുന്നത്? നമ്മളുടെ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലെ. പണ്ടുകാലത്ത് ആൾക്കാർ മരങ്ങളെയും മണ്ണിനെയും ഒക്കെ എന്ത് ചെയ്തിരുന്നു? ആരാധിച്ചിരുന്നു, അല്ലെങ്കിൽ മലകളെയൊക്കെ ആരാധിച്ചിരുന്നു. ഇതെന്ന് പറയുന്ന അവരുടെ ആചാരങ്ങളുടെ ഭാഗമാണ്. ഇതെന്ന് പറയുന്നതും എന്താണ്? ബയോഡൈവേഴ്സിറ്റിയുടെ സേവനങ്ങളാണ്. ഇനി അതുപോലെ തന്നെ സ്റ്റഡി, നമുക്ക് എന്തിനെ കുറിച്ചെങ്കിലും പഠനം നടത്തണം. അപ്പൊ ഇങ്ങനെ പഠനം നടത്തണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ജീവജാലങ്ങളെ കുറിച്ച് പഠിക്കണം, അല്ലെങ്കിൽ മരങ്ങളെ കുറിച്ച് പഠിക്കണം, അതും അല്ലെങ്കിൽ സമുദ്രങ്ങളെ കുറിച്ച് പഠിക്കണം. അപ്പൊ ഇതിനൊക്കെ നമ്മളെ എന്ത് സഹായിക്കുന്നുണ്ട്? ബയോഡൈവേഴ്സിറ്റി സഹായിക്കുന്നുണ്ട്. അപ്പൊ ബയോഡൈവേഴ്സിറ്റിയുടെ സേവനങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് അവൈലബിലിറ്റി ഓഫ് എസെൻഷ്യൽ മെറ്റീരിയൽസ്, അതായത് അവശ്യ സാധനങ്ങൾ നമുക്ക് നൽകുന്നു. എന്തൊക്കെയാണ് അവശ്യ സാധനങ്ങൾ? ഫുഡ്, മെഡിസിൻ, ഫ്യൂവൽ, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്. ഇനി അതുപോലെ തന്നെ കൾച്ചറൽ സർവീസസും നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്, ബയോഡൈവേഴ്സിറ്റിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഈസ്തെറ്റിക്സ്, അതായത് സൗന്ദര്യ ആസ്വാദനത്തിന് സഹായിക്കുന്നു. റിക്രിയേഷൻ അല്ലെങ്കിൽ വിനോദത്തിന് സഹായിക്കുന്നു. ദെൻ റിച്വൽസ് ആൻഡ് ദെയർ പ്രാക്ടീസ്, ആചാര അനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുന്നതിന് സഹായിക്കുന്നു. ദെൻ സ്റ്റഡി, പഠനങ്ങൾ നടത്താനായിട്ട് സഹായിക്കുന്നു. ഇനി അടുത്തതായിട്ട് ബയോഡൈവേഴ്സിറ്റിയുടെ അടുത്ത സർവീസ് ആണ് ഇക്കോളജിക്കൽ സർവീസസ്, അതായത് പാരിസ്ഥിതിക സേവനങ്ങൾ. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ സേവനങ്ങളാണ് ഇവർ തരുന്നത്? സോയിൽ ഫോർമേഷൻ, അതായത് മണ്ണിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ആരാണ്? നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയാണ്. ദെൻ പ്രിവെൻഷൻ ഓഫ് സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ് തടയുക. അതിനും ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ ബയോഡൈവേഴ്സിറ്റി സഹായിക്കുന്നുണ്ട് അല്ലെ. അതായത് ഫോറസ്റ്റിലൊക്കെ ഉള്ള അല്ലെങ്കിൽ മരങ്ങളൊക്കെ ധാരാളമായിട്ട് എന്തിനു സഹായിക്കുന്നുണ്ട്? സോയിൽ ഇറോഷൻ തടയാനായിട്ട്, അതായത് മണ്ണൊലിപ്പ് തടയാനായിട്ട് സഹായിക്കുന്നുണ്ട്. ദെൻ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ബാലൻസ്, അന്തരീക്ഷത്തിലെ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും നോർമൽ ലെവൽ നിലനിർത്താനായിട്ട്, അതായത് ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് സാധാരണ നിലയിൽ നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ആരാണ്? നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയാണ് അല്ലെ. അതായത് മരങ്ങളൊക്കെ അല്ലെങ്കിൽ സസ്യങ്ങളാണ് എന്തിനു സഹായിക്കുന്നത്? ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും തുലനനില പാലനത്തിന് സഹായിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഫ്രഷ് വാട്ടർ, നമുക്ക് എന്ത് വേണം? ഫ്രഷ് വാട്ടർ വേണം അല്ലെ. അവൈലബിലിറ്റി ഓഫ് ഫ്രഷ് വാട്ടറിന് സഹായിക്കുന്നത്, ശുദ്ധജലം ലഭിക്കാനായിട്ട് സഹായിക്കുന്നതും ആര് തന്നെയാണ്? നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയാണ്. ദെൻ അതുപോലെ തന്നെ ഫ്ലഡ് ആൻഡ് ക്ലൈമറ്റ് കൺട്രോൾ. ഫ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെള്ളപ്പൊക്കം. വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ ബയോഡൈവേഴ്സിറ്റി സഹായിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടൽ വനങ്ങളുടെ ഒക്കെ കാര്യം കേട്ട് കാണും അല്ലെ. കണ്ടൽ വനങ്ങളൊക്കെ അല്ലെങ്കിൽ കണ്ടൽ ചെടികളൊക്കെ നമ്മളെ എന്തിനു സഹായിക്കുന്നുണ്ട്? വെള്ളപ്പൊക്കത്തിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ക്ലൈമറ്റ് കൺട്രോൾ, അതായത് മരങ്ങളൊക്കെയാണ് നമ്മളെ എന്തിനു സഹായിക്കുന്നത്? മഴ പെയ്യാനൊക്കെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ചൂട് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാലാവസ്ഥാ നിയന്ത്രണത്തിന് സഹായിക്കുന്നതും ആരാണ്? നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയാണ്. അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവജാലങ്ങളും അതോടൊപ്പം തന്നെ അവ ജീവിക്കുന്ന ഇക്കോസിസ്റ്റങ്ങളും കൂടി ചേർന്നിട്ടാണ് നമുക്ക് ഈ സേവനങ്ങളെല്ലാം തരുന്നത്. അതിൽ പറയുന്ന ഇക്കോളജിക്കൽ സർവീസസ് എന്തൊക്കെയാണ്? സോയിൽ ഫോർമേഷൻ, അതായത് മണ്ണിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. ദെൻ പ്രിവെൻഷൻ ഓഫ് സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ് തടയാനായിട്ട് സഹായിക്കുന്നു. ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് സ്ഥിരമായി നിലനിർത്തുന്നതിന് സഹായിക്കുന്നു. നമുക്ക് ഫ്രഷ് വാട്ടർ തരാനായിട്ട് സഹായിക്കുന്നു. ദെൻ ഫ്ലഡ് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം തടയാൻ സഹായിക്കുന്നു. ദെൻ അതുപോലെ തന്നെ കാലാവസ്ഥാ നിയന്ത്രണത്തിന് സഹായിക്കുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് ഓക്സിലറി സർവീസസ് അല്ലെങ്കിൽ സഹായ സേവനങ്ങൾ എന്ന് പറയും. അതായത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി നമുക്ക് നൽകുന്ന ഓക്സിലറി സർവീസസ് അല്ലെങ്കിൽ സഹായ സേവനങ്ങൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ന്യൂട്രിയന്റ് സൈക്ലിംഗ് അല്ലെങ്കിൽ പോഷക ചംക്രമണം എന്ന് പറയും. അപ്പൊ എന്താണ് ഈ ന്യൂട്രിയന്റ് സൈക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും ധാരാളം ന്യൂട്രിയൻസ് ഉണ്ട് അല്ലെ. മണ്ണിലൊക്കെ പോഷകഘടകങ്ങൾ ധാരാളമുണ്ട്. ദെൻ അറ്റ്മോസ്ഫിയർ അന്തരീക്ഷത്തിലുണ്ട്. അപ്പൊ അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ എന്ന് പറയുന്നത് പ്ലാന്റ്സിന്റെ വളർച്ചയ്ക്ക് വളരെയധികം അത്യാവശ്യമാണ് അല്ലെ. അപ്പം ഈ നൈട്രജൻ ഇല്ല എന്നുണ്ടെങ്കിൽ പ്ലാന്റ്സിന്റെ വളർച്ച എന്ന് പറയുന്നത്
നന്നായി നടക്കില്ല. അപ്പൊ ഈ പ്ലാന്റ്സ് വളർന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡൊന്നും ലഭിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിന് എന്ത് ആവശ്യമാണ്? നൈട്രജൻ വളരെയധികം അത്യാവശ്യമാണ്. അപ്പൊ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ പ്ലാന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? നേരിട്ട് എടുക്കാൻ പറ്റില്ല. അതിന് സഹായിക്കുന്ന ബാക്ടീരിയകളൊക്കെ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ബാക്ടീരിയകൾ എന്ത് ചെയ്യുന്നു? നൈട്രജനെ നൈട്രേറ്റ് ഒക്കെ ആക്കി ആർക്ക് കൊടുക്കുന്നു? പ്ലാന്റ്സിന് കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെ പ്ലാന്റ്സിന് കൊടുക്കുമ്പോഴത്തേക്ക് പ്ലാന്റ്സ് അതിനെ എടുത്ത് എന്ത് ചെയ്യുന്നു? അവരുടെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നു. അപ്പൊ അങ്ങനെ പ്ലാന്റ്സ് വളരുന്നു. ആ പ്ലാന്റ്സിനെ കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിലേക്ക് എന്ത് എത്തുന്നു? നൈട്രജൻ ഒക്കെ എത്തുന്നു. ഈ നൈട്രജൻ വേസ്റ്റിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വീണ്ടും അല്ലെങ്കിൽ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും എത്തിച്ചേരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ന്യൂട്രിയന്റ് സൈക്ലിംഗ്, അതായത് ഒരു പോഷക ഘടകങ്ങളുടെ പോഷക ചംക്രമണം നടത്താനായിട്ട് സഹായിക്കുന്ന ആരാണ്? നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ആണ്, ഇല്ലേ? അതായത് ഇപ്പൊ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒക്കെ കാര്യം, ഓക്സിജൻ എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആണ് ഫോട്ടോസിന്തസിസ് നടത്തുമ്പോൾ പുറത്തേക്ക് വിടുന്നത്. ഈ ഓക്സിജൻ ആണ് നമ്മൾ ഉൾപ്പെടെ എല്ലാ ജീവജാലങ്ങളും റെസ്പിറേഷൻ അല്ലെങ്കിൽ ശ്വസനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ ശ്വസനത്തിന് വേണ്ടിയിട്ട് ഓക്സിജൻ ഉപയോഗിക്കുന്നു. എന്നിട്ട് നമ്മൾ അതിനുശേഷം നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് ആരെടുക്കുന്നത്? പ്ലാന്റ്സ് എടുക്കുന്നത്, അല്ലെ? പ്ലാന്റ്സ് എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് ഉപയോഗിച്ചിട്ട് ഫോട്ടോസിന്തസിസ് നടത്തിയിട്ട് അവർ വീണ്ടും ഓക്സിജനെ റിലീസ് ചെയ്യുന്നു. ഈ ഗ്യാസസും അതുപോലെ തന്നെ മറ്റ് ന്യൂട്രിയൻസും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ സൈക്ലിക് ആയിട്ട് ഒരു ജീവിയിൽ നിന്നും മറ്റൊരു ജീവിയിലേക്ക് അല്ലെങ്കിൽ പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിലേക്ക് ഒക്കെ പോകുന്നുണ്ട്. അതിങ്ങനെ കറക്റ്റ് ആയിട്ട്, അതായത് ഇതിങ്ങനെ ഒരു സൈക്ലിക് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ന്യൂട്രിയന്റ് സൈക്ലിംഗ്. ദെൻ പോളിനേഷൻ അല്ലെങ്കിൽ പരാഗണം എന്ന് പറയും. എന്താണ് പരാഗണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മെയിൽ ഫ്ലവറിൽ നിന്നും പോളൻ ഗ്രെയിൻസ് ഫീമെയിൽ ഫ്ലവറിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ എന്ത് ഫോർമേഷൻ നടത്തിയുള്ളൂ? സീഡ് ഫോർമേഷൻ അല്ലെങ്കിൽ വിത്തുകൾ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ പോളിനേഷൻ നടക്കാനായിട്ട് സഹായിക്കുന്നതും ആരാണ്? നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ആണ്, അല്ലെ? അതായത് ഫ്ലവറിൽ നിന്നും പോളിനേഷന് സഹായിക്കുന്നത് ഹണി ബീസോ അല്ലെങ്കിൽ ബട്ടർഫ്ലൈസോ ഒക്കെ ആയിരിക്കും. അപ്പൊ നമ്മുടെ ഹണി ബീസും ബട്ടർഫ്ലൈസും പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പോളിനേഷൻ ശരിയായ വിധത്തിൽ നടക്കില്ല. അങ്ങനെ നടക്കാതെ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ മറ്റ് ജീവജാലങ്ങൾക്ക് എന്ത് ലഭിക്കില്ല? ഫുഡ് ലഭിക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പോളിനേഷനെ സഹായിക്കുന്ന ആരാണ്? നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ആണ്, അല്ലെങ്കിൽ ജൈവ വൈവിധ്യമാണ്. ഇനി അതുപോലെ തന്നെ ബയോളജിക്കൽ കൺട്രോൾ, ജൈവ നിയന്ത്രണം, ജീവജാലങ്ങളെ നിയന്ത്രിക്കുക. ഇപ്പൊ ഒരു ഫുഡ് ചെയിനിൽ തന്നെ, അല്ലെ? ഫുഡ് ചെയിനുകളിൽ എന്താണ് ചെയ്യപ്പെടുന്നത്? ഓരോ ജീവിയും തിന്നുകയും തിന്നപ്പെടുകയും ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ജീവികളുടെ എണ്ണം എന്ത് ചെയ്യുന്നു? സാധാരണ നിലയിൽ നിൽക്കുന്നു, അല്ലെ? ജീവികളൊന്നും അധികമാവുകയോ അല്ലെങ്കിൽ അവയുടെ എണ്ണം കുറയുകയോ ഒന്നും ചെയ്യില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സഹായം നൽകുന്നതും ആരാണ്? നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ആണ്. ഇനി അതുപോലെ തന്നെ സീഡ് ഡിസ്പേഴ്സൽ, വിത്ത് വിതരണം നടക്കുക, അല്ലെ? വിത്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അടുത്ത ജനറേഷനിലുള്ള പ്ലാന്റ്സ് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ സീഡിന്റെ ഡിസ്പേഴ്സൽ അല്ലെങ്കിൽ വിത്ത് വിതരണം നടത്താനായിട്ട് സഹായിക്കുന്നതും ആരാണ്? നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ആണ്. ഇതെല്ലാം അവരുടെ ഓക്സിലറി സർവീസസിൽ ഉൾപ്പെടുന്നതാണ്, അതായത് സഹായ സേവനങ്ങളാണ്, അല്ലെ? അപ്പൊ ഇങ്ങനെയെല്ലാം നമ്മുടെ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ നമ്മുടെ ജൈവ വൈവിധ്യം നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നമ്മുടെ ചുറ്റുപാട് ഒരുപാട് ഇക്കോസിസ്റ്റങ്ങളുണ്ട്, ആവാസ വ്യവസ്ഥകളുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ഫോറസ്റ്റ്, റിവർ, ഓഷൻ എക്സെട്ര. അപ്പൊ ഇവിടെയുള്ള ജീവജാലങ്ങളെല്ലാം എങ്ങനെയാണ്? ഓരോ ഇക്കോസിസ്റ്റത്തിലുള്ള ജീവജാലങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഇനി എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങളും അവയുടെ ഇക്കോസിസ്റ്റങ്ങളും കൂടെ ചേർന്നതിനെ വിളിക്കുന്ന പേരാണ് ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യം. ജൈവ വൈവിധ്യം ഒരുപാടുള്ള ഒരു പ്ലാനറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് ജീവജാലങ്ങൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് ജീവജാലങ്ങൾ നമ്മുടെ ഭൂമിയിലുണ്ട്, അല്ലെ? അപ്പൊ ഈ ബയോഡൈവേഴ്സിറ്റിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥകളിലെ വ്യത്യസ്തത, ദെൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി, സ്പീഷീസുകളിലെ വ്യത്യസ്തത, ദെൻ അതുപോലെ തന്നെ ജെനറ്റിക് ഡൈവേഴ്സിറ്റി, ജനിതക ഘടനയിലെ വ്യത്യാസം. ഇതെല്ലാം കൂടി ചേർന്നതാണ് ഏതെന്ന് പറയുന്നത്? ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യം. ഈ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ബ്രിട്ടീഷ് പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ വാൾട്ടർ ജി റോസൻ ആണ്. ഇനി അതുപോലെ തന്നെ ഈ ബയോഡൈവേഴ്സിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഈ ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങളും നിലനിൽക്കുന്നതിന് നമ്മൾ ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ട് ചെയ്തേ പറ്റുകയുള്ളൂ, അല്ലെ? എന്തുകൊണ്ടാണ് ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ട് ചെയ്യേണ്ടത്? ബയോഡൈവേഴ്സിറ്റി നമുക്ക് പലതരത്തിലുള്ള സേവനങ്ങൾ നൽകുന്നു. എന്തൊക്കെ തരത്തിലുള്ള സേവനങ്ങളാണ് ഇവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്? അവൈലബിലിറ്റി ഓഫ് എസെൻഷ്യൽ മെറ്റീരിയൽസ്, അതായത് അവശ്യ സാധനങ്ങൾ നമുക്ക് നൽകുന്നു. എന്തൊക്കെ അവശ്യ സാധനങ്ങളാണ് കിട്ടുന്നത്? ഫുഡ്, മെഡിസിൻ, ഫ്യൂവൽ, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് തുടങ്ങിയവയെല്ലാം നമുക്ക് ബയോഡൈവേഴ്സിറ്റിയിൽ നിന്നുമാണ് ലഭിക്കുന്നത്.
ദെൻ കൾച്ചറൽ സർവീസസ് അല്ലെങ്കിൽ സാംസ്കാരിക സേവനങ്ങൾ. ഇതിൽ വരുന്നതാണ് ഈസ്തെറ്റിക്സ്, റിക്രിയേഷൻ, റിച്വൽസ് ആൻഡ് ദെയർ പ്രാക്ടീസ് ആൻഡ് സ്റ്റഡി. അതായത് സൗന്ദര്യ ആസ്വാദനത്തിന് സഹായിക്കുന്നു, റിക്രിയേഷൻ വിനോദത്തിന് സഹായിക്കുന്നു. അതായത് പക്ഷികളുടെ പാട്ടൊക്കെ കേൾക്കുന്നത് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള പലവിധ വിനോദങ്ങൾക്ക് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി സഹായിക്കുന്നു. ദെൻ റിച്വൽസ് ആൻഡ് ദെയർ പ്രാക്ടീസസ്, അതായത് ആചാര അനുഷ്ഠാനങ്ങൾക്ക് സഹായിക്കുന്നു. ദെൻ പഠനങ്ങളൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ അടുത്തതെന്ന് പറയുന്നത് ഇക്കോളജിക്കൽ സർവീസസ്, അതായത് പാരിസ്ഥിതിക സേവനങ്ങൾ. ഇതിൽ ഉൾപ്പെടുന്നതാണ് സോയിൽ ഫോർമേഷൻ, അതായത് മണ്ണ് നിർമ്മാണം. ദെൻ പ്രിവെൻഷൻ ഓഫ് സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ് തടയൽ. ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ബാലൻസ്, അതായത് അറ്റ്മോസ്ഫിയറിലെ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും നില നോർമലാക്കി നിലനിർത്തുക, സാധാരണ നിലയിൽ നിലനിർത്തുക എന്നുള്ളതും ആരുടെ സർവീസാണ്? നമ്മുടെ ഇക്കോളജിക്കൽ സർവീസസിൽ ഉൾപ്പെടുന്നതാണ്. ഫ്രഷ് വാട്ടർ തരിക അല്ലെ. എല്ലാവർക്കും എന്ത് വേണം? ഫ്രഷ് വാട്ടർ വേണം. അപ്പൊ ഫ്രഷ് വാട്ടറിന്റെ അവൈലബിലിറ്റി നിർണ്ണയിക്കുന്നതും ആര് തന്നെയാണ്? ബയോഡൈവേഴ്സിറ്റി ആണ്. ദെൻ ഫ്ലഡ് കൺട്രോളിന് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ക്ലൈമറ്റ് കൺട്രോൾ, കാലാവസ്ഥാ നിയന്ത്രണത്തിനും സഹായിക്കുന്നുണ്ട്. ദെൻ ഓക്സിലറി സർവീസസ് അല്ലെങ്കിൽ സഹായ സേവനങ്ങൾ. ഇതിൽ ഉൾപ്പെടുന്ന എന്തൊക്കെയാണ്? ന്യൂട്രിയന്റ് സൈക്ലിംഗ്, പോളിനേഷൻ, ബയോളജിക്കൽ കൺട്രോൾ ആൻഡ് സീഡ് ഡിസ്പേഴ്സൽ. എന്താണ് ന്യൂട്രിയന്റ് സൈക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അന്തരീക്ഷത്തിൽ നിന്നും അല്ലെങ്കിൽ അവയുടെ ഇക്കോസിസ്റ്റത്തിൽ നിന്നും എടുക്കുന്ന ന്യൂട്രിയൻസ് തിരിച്ചെന്ത് ചെയ്യുന്നു? പല ജീവികളിലൂടെ കറങ്ങി തിരിഞ്ഞ് ആ ഇക്കോസിസ്റ്റത്തിലേക്ക് തന്നെ എത്തുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ന്യൂട്രിയന്റ് സൈക്ലിംഗ്. ദെൻ പോളിനേഷൻ, പരാഗണത്തിന് സഹായിക്കുന്നുണ്ട്. ബയോളജിക്കൽ കൺട്രോൾ, അതായത് ജൈവ നിയന്ത്രണം, ജീവികളുടെ നിയന്ത്രണം, എണ്ണത്തില് കൂടുതലോ കുറവോ ഒന്നും ഇല്ലാതെ നിലനിർത്താൻ സഹായിക്കുന്നതും ആരാണ്? നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയാണ്. ദെൻ അതുപോലെ തന്നെ സീഡ് ഡിസ്പേഴ്സൽ, വിത്ത് വിതരണത്തിന് സഹായിക്കുന്നു. ഇങ്ങനെ വിത്ത് വിതരണവും പോളിനേഷനും ഒക്കെ നടത്തുന്നതിലൂടെയാണ് നമുക്ക് പ്ലാന്റ്സിന്റെ ഒക്കെ അടുത്ത ജനറേഷൻ നിലനിർത്താനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പ്ലാന്റ്സിനെ അവയുടെ അടുത്ത ജനറേഷനിലേക്ക് എത്തിക്കുന്നത് മൂലം ബാക്കിയുള്ള ജീവജാലങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഈ ഭൂമിയിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സേവനങ്ങളെല്ലാം തരുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ നമ്മുടെ ജൈവ വൈവിധ്യം, അതായത് നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങൾ മൊത്തം. അപ്പൊ ഓരോന്നും പരസ്പരം എന്ത് ചെയ്യപ്പെട്ടിരിക്കുകയാണ്? ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുമ്പോഴത്തേക്ക് ഈ ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ട് ചെയ്യേണ്ടുന്നത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ബയോഡൈവേഴ്സിറ്റിയുടെ സർവീസസിനെ കുറിച്ച് പറയാനായിട്ട്. ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു. ബൈ ബൈ.